ഡോക്ടർ നന്ദകിഷോർ അവിടുന്ന് എണീറ്റ് തൻ്റെ ടേബിളിലിരിക്കുന്നതിന് ഇടതുവശത്തുള്ള കർട്ടൻ നീക്കിയിട്ടു. അവിടെ ഒരു സൈഡിലായി ഹരി ഇരിപ്പുണ്ടായിരുന്നു. കേട്ടില്ലേ നിന്റെ അമ്മായിച്ചൻ പറഞ്ഞിട്ട് പോയത്? അവനെ തുറച്ചൊന്ന് നോക്കിക്കൊണ്ട് നന്ദൻ അവൻ്റെ അടുത്തേക്ക് ചേറ് വലിച്ചിട്ട് അതിലിരുന്നു. ഹരി തലയും താഴ്ത്തി ഒരേ ഇരിപ്പാണ്. നന്ദൻ നീട്ടിയൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. നിങ്ങളൊക്കെ എന്താ കരുതിയത്? നിന്റെ അമ്മയെ കൊലക്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എല്ലാവരും ക്ഷമിച്ചു തരുമെന്നോ? കാലം മാറി ഹരി. ഇന്ന് പെണ്ണിനെ തൊടാൻ ഏതൊരു തന്നെയും കൈവിറക്കും. നാണക്കേട് ഭയം നിന്നാലും വീട്ടിൽ കയറി ഇരിക്കില്ല. പകരം ചോദിക്കുക തന്നെ ചെയ്യും. നിന്റെ ഭാര്യയുടെ അച്ഛൻ ചെയ്തതുപോലെ കോടതി കയറ്റുക തന്നെ ചെയ്യും. നിന്റെ അച്ഛൻ അന്നെൻ്റെ ചേച്ചിയെ ഒരു വൃത്തികെട്ട സ്ത്രീയായി ചിത്രീകരിച്ചപ്പോൾ തുരുമ്പിച്ചൊരു കത്തിയും എടുത്ത് ഞാൻ ഇറങ്ങിയതാ അയാളെ തീർക്കാൻ. പക്ഷേ എൻ്റെ ചേച്ചി, ആ പാവ സ്ത്രീ എന്ന അയാളുടെ ജീവന് വേണ്ടി എൻ്റെ കാലിൽ വീണു. കത്തി വാങ്ങിയെറിഞ്ഞ് കരഞ്ഞു വിളിച്ച് ചേച്ചിയുടെ മേൽ സത്യം ചെയ്യിപ്പിച്ചു. ഇത്രയും വൃത്തികെട്ട ഒരുത്തിന് വേണ്ടി ചേച്ചി എൻ്റെ കാല് പിടിച്ചത് എന്തിനാണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. അത് മനസ്സിലായത് പിറ്റേന്ന് ചേച്ചിയുടെ ജീവനറ്റ ശരീരം കണ്ടപ്പോഴാ. എന്തിനാണെന്ന് അറിയണോ നിനക്ക്? കുനിഞ്ഞിരുന്ന ഹരിയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് നന്ദൻ ചോദിച്ചു. അവനൊന്നും മിണ്ടിയില്ല. നിനക്ക് വേണ്ടി, നീ അനാഥനായി പോകാതിരിക്കാൻ വേണ്ടി ചേച്ചി ഈ ലോകം വിട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ അയാളും കൂടി ഇല്ലാതായ നീ തനിച്ചായി പോകുമോ എന്നുള്ള ഭയമായിരുന്നു മരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴും. നിറഞ്ഞു ചുവന്ന കണ്ണുകളോടെ നന്ദൻ പറഞ്ഞു. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛൻ പറഞ്ഞതുപോലെ നീ ആ കോടതിയിൽ അമ്മ കോളിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. അമ്മ തെറ്റ് ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? നീ കാണുന്നതല്ലേ നിന്റെ അച്ഛൻ എൻ്റെ ചേച്ചിയെ ദ്രോഹിക്കുന്നത്. അപ്പോഴും നിനക്ക് വേണ്ടിയല്ലേ എൻ്റെ ചേച്ചി പിടിച്ചു നിന്നത്. എന്നിട്ടും നീ... നന്ദന്റെ മുഖത്ത് അരിശം നിറഞ്ഞു. അല്ലെങ്കിലും ആഗ്രഹിച്ചതൊക്കെ കൺമുന്നിൽ എത്തിച്ചു തരുന്ന ധനികനായ അച്ഛനോളം വരില്ലല്ലോ അമ്മയായ ഒരു പാവ സ്കൂൾ മാഷിന്റെ മോള്. നന്ദൻ അയാളുടെ മനസ്സിലെ ഭാരം മുഴുവൻ പറഞ്ഞു തീർക്കുകയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അത് കേട്ട് പൊട്ടിക്കരയുകയാണ് ഹരി. മകൻ തള്ളി പറഞ്ഞു. സ്വന്തം അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ ആശ്വസിപ്പിച്ചപ്പോ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് ചേച്ചിക്ക് തോന്നിക്കാണും. പക്ഷേ എൻ്റെ ചേച്ചി എനിക്ക് വിശ്വാസമായിരുന്നു. മരിക്കും മുന്നേ ഞാൻ എൻ്റെ ചേച്ചിക്ക് കൊടുത്ത വാക്കാ ഇന്നത്തെ നിന്റെ സുഖജീവിതവും നിന്റെ അച്ഛൻ്റെ ദീർഘായുസും. നന്ദൻ പൂജിച്ചു. അമ്മാവ, എൻ്റെ അമ്മ. അവൻ വിങ്ങിപ്പൊട്ടി. അതേടാ നിന്റെ അമ്മ പോയടാ. നീയും നിന്റെ തന്തയും കൂടി കൊല്ലിച്ചതല്ലേ അവളെ. നന്ദന് ദേഷ്യം അടക്കാനാവുന്നില്ല. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അച്ഛനെ വിശ്വസിച്ച് പോയി. എനിക്കൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ അമ്മ, ഞാൻ എന്ത് ചെയ്യും? ഹരിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിപ്പോയി. നിനക്ക് ശരിക്കും കുറ്റബോധം ഉണ്ടെങ്കിൽ ആ മീരയെ ഒന്ന് ജീവിക്കാൻ അനുവദിക്ക്. ആ കുട്ടിയുടെ കഥയൊക്കെ കേട്ടപ്പോൾ എനിക്കെൻ്റെ നീലൂനെയാ ഓർമ്മ വന്നത്. പ്രായച്ചിത്തം ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ആ കുട്ടിയെ ഒന്ന് സ്വതന്ത്രയാക്കി. നിന്റെ അമ്മയെ പോലെ അതൊരു പെണ്ണാ. നന്ദന്റെ സ്വരത്തിൽ കുറച്ചൊക്കെ മായം വന്നു. ഇല്ല, അവളെൻ്റെ ഭാര്യയല്ലേ. പിന്നെ ഞാനെങ്ങനെ അവളെ വിട്ട് കളയും? എനിക്കെൻ്റെ ഭാര്യയെ വേണം. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഹരി വാശിയോടെ പറഞ്ഞു. ഇതാണ് നിന്റെ പ്രശ്നം. നിനക്കെപ്പോഴും ഒരാൾ കൂടെ വേണം. ചെറുപ്പത്തിൽ അമ്മയായിരുന്നു നിനക്കെല്ലാം. പിന്നെ അച്ഛൻ്റെ ഏഷണിയിൽ ഇഷ്ടം അച്ഛനോടായി. ഇപ്പം അച്ഛൻ ചതിയനാണെന്ന് അറിഞ്ഞപ്പോൾ ഇത്രയും കാലം ദ്രോഹിച്ച ഭാര്യയെ വേണമെന്ന്. നിനക്ക് എപ്പോഴും ഒരാളുടെ സപ്പോർട്ട് വേണോ? നന്ദൻ ദേഷ്യപ്പെട്ടു. അമ്മാവനല്ലേ പറഞ്ഞത് അവളെ കാണുമ്പോൾ അമ്മയെ ഓർമ്മ വരുന്നെന്ന്. എനിക്കും അവളെ ഓർക്കുമ്പോൾ എൻ്റെ അമ്മ അടുത്തുള്ള സുഖം എനിക്ക് വേണം. അവളെ ആർക്കും കൊടുക്കില്ല ഞാൻ അവളെ. എനിക്കവളെ കാണണം. ഹരി വാശിയോടെ പറഞ്ഞു. കാണാൻ വേണ്ടി അങ്ങോട്ട് കയറി ചെന്ന് കൊടുത്താൽ മതി. ആ മഹാദേവൻ നിന്നെ വെട്ടിക്കൊല്ലും. നന്ദൻ അരിശത്തോടെ പറഞ്ഞു. എനിക്കവളെ കാണണം. അവൻ്റെ ശബ്ദമുയർന്നു. ഹരി, നിന്നെ ഇതിൽ നിന്ന് ഊരിയെടുക്കാൻ നെട്ടോട്ട് ഓടുക ബാക്കിയുള്ളവർ. അന്നേരം നീ ഇങ്ങനെ ഭ്രാന്ത് കാണിക്കില്ലേ? നന്ദൻ ചൂടായി. ഹരിക്കും ദേഷ്യം വന്നു. നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയിക്കോളാം. ഹരി എഴുന്നേറ്റു. ഹരി, പറഞ്ഞാ മനസ്സിലാകില്ല നിനക്ക്? നന്ദൻ്റെ ഒച്ച ഉയർന്നു. ഇല്ല, എനിക്കവളെ കണ്ടേ പറ്റൂ. അവൻ വാശിയുടെ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും നന്ദൻ അവൻ്റെ കയ്യിൽ പിടിച്ചു. ആ കൈ തട്ടിയെറിഞ്ഞ് അവൻ പോയതും
നന്ദൻ അവനെ പിടിച്ചു വെച്ചു. അറ്റൻഡന്റിന്റെ സഹായത്തോടെ ഹരിയെ ഉടനെ തന്നെ തൻ്റെ മുറിക്കടുത്തുള്ള മുറിയിലാക്കിയിരുന്നു. ഇന്നൊരു പ്രതിയെ കൊണ്ടുവരുന്ന അറിയിപ്പ് കിട്ടിയപ്പോൾ അത് സ്വന്തം അനന്തരവനാകുമെന്ന് നന്ദൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷേ അവൻ്റെ പേര് സർനെയിമും നീലിമയെ കൊത്തിവെച്ചത് പോലുള്ള മുഖച്ഛായയും ഒക്കെ കണ്ടപ്പോൾ തന്നെ നന്ദൻ അവനെ പിടികിട്ടി. സ്വയം പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ നന്ദനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കഥകളൊക്കെ കേട്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത്. പക്ഷേ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ, ആനന്ദനവനായി പോയില്ലേ. നീലിമ നിരപരാധിയാണെന്ന് അവളുടെ മരണശേഷമാണ് അച്ഛനും അമ്മക്കും ബോധ്യമാവുന്നത്. അവൾ അനുഭവിച്ചതൊക്കെ അവളുടെ ആത്മഹത്യയെക്കുറിപ്പിൽ എഴുതിയിരുന്നു. നന്ദനോട് പറഞ്ഞ ആ അപേക്ഷ കത്തിലും അവൾ ആവർത്തിച്ചിരുന്നു. മകളുടെ നിരപരാധിത്വം തെളിഞ്ഞപ്പോൾ അവളെ കണ്ടൊന്ന് മാപ്പ് പറയാൻ പോലും കഴിയാത്തത്ര ദൂരത്തിൽ അവൾ പോയി കഴിഞ്ഞിരുന്നു. ആ മകളുടെ അവസാനത്ത് അവശേഷിക്കുന്ന ഓർമ്മയാണ് അവളുടെ മകൻ ഹരി. അവൻ ചെയ്തത് വലിയൊരു കുറ്റമാണ് എന്ന് കരുതി കാലാകാലത്തോളം അവനെ ജയിലിലേക്ക് അയക്കാൻ കഴിയില്ല. അവനെ ഏത് വിധനെയും രക്ഷപ്പെടുത്തി അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ കൊണ്ടുപോയി നിർത്തണം. ആ ഒരു ചിന്തയേ നന്ദനുള്ളൂ. അതിന് തൻ്റെ എത്തിക്സ് മറന്ന് ഏത് വഴിയും സ്വീകരിക്കാൻ നന്ദൻ തയ്യാറാണ്. മീര എന്ന പെൺകുട്ടിയോട് ചെയ്യുന്ന അനീതിയാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലും ചെയ്യാതെ വയ്യ. ഹരിയെ രക്ഷിച്ചെടുക്കാനുള്ള പഴുതുകൾ അന്വേഷിച്ചു തുടങ്ങിയിരുന്നു അയാൾ അന്നേരം. ഇറങ്ങ്. വിഷന്റെ വീടിന് മുന്നിൽ കാറ് കൊണ്ടുപോയി നിർത്തി വിഷൻ പറഞ്ഞു. ദിയയും ധ്രുവനും ഇറങ്ങി. മധുവും വരലക്ഷ്മിയും അവിടെ തന്നെ ഇരുന്നു. ലേച്ചു, ഇറങ്ങ്. അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ ചെന്ന് കരയാൻ നിൽക്കരുത്, കണ്ണൊക്കെ തുടക്ക്, വിഷൻ വരലക്ഷ്മിയോട് പറഞ്ഞു. അവരപ്പോൾ തന്നെ സാരി തുമ്പെടുത്ത് മുഖമൊക്കെ നന്നായി തുഴച്ചു. മധു നിറഞ്ഞു ചുവന്ന കണ്ണുകളോടെ വിഷനെ നോക്കുന്നുണ്ട്. വിഷന്റെ വീട്ടിൽ നിൽക്കുക എന്നത് മധുവിനെ സംബന്ധിച്ചൊരു ശ്വാസം മുട്ടലാണ്. വരലക്ഷ്മി ഇറങ്ങിയിട്ടും മധു കാറിൽ തന്നെ ഇരുന്നു. ഇനി എന്തിനാ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നേ? ആങ്ങളെ വന്ന് തിരിച്ചു പിടിച്ചുകൊണ്ട് പോകുന്നോർത്തിനാണോ? അത്രയും നേരം മിണ്ടാതെ നിന്ന് ധ്രുവൻ ദേഷ്യത്തോടെ ചോദിച്ചു. മധുവിനെ തുറിച്ചു നോക്കി. നിങ്ങളുടെ നെഞ്ചിലെ കല്ലിറങ്ങിയില്ലേ ഒരു പ്രശ്നമുണ്ടാക്കി വഷളാക്കിയപ്പോൾ? അവന് ദേഷ്യം സഹിക്കുന്നില്ല. പിന്നെ ആ നശിച്ചവള് ഞാൻ എൻ്റെ മരുമകളാക്കണമായിരുന്നു. എൻ്റെ മോളുടെ കല്യാണം മുടക്കിയവൾ അവള്, നശിച്ചവള്. മധു കാറിൽ നിന്ന് ചാടിയിറങ്ങി ചൂടായി. അതിന് നിങ്ങൾക്കെന്താ? സ്നേഹിച്ചത് ഞാനല്ലേ, ജീവിക്കേണ്ടത് ഞാൻ. എനിക്കില്ലാതെ എന്ത് പ്രശ്ന നിങ്ങൾക്ക്? ധ്രുവന്റെ ശബ്ദം ഭയാനകമാവിധം ഉയർന്നു. കണ്ടവന്റെ എച്ചിൽ തന്നെ നിനക്ക് വേണോ? അതിനു വേണ്ടിയാണോ ഞാൻ നിന്നെ വളർത്തിയത്? മധുവും തിരിച്ച് ശബ്ദമുയർത്തി. എനിക്ക് അവളെയാണ് ഇഷ്ടം. എനിക്ക് അവളെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടം. എൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ അത് മീരക്കൊപ്പമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് കല്യാണമേ വേണ്ട. അവൻ ഒച്ചയെടുത്തു. നിനക്ക് ഭ്രാന്താണോ? അവളെ കെട്ടുന്നതിനേക്കാൾ നീ കെട്ടാതെ ജീവിക്കുന്നത് നല്ലത്. നശിച്ചത്. മധു ചീറി. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടായിരുന്നു? അവർ മീരയെ എനിക്ക് തരുന്നതിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയതല്ലേ? കുറെ അനാവശ്യ പ്രശ്നം ഉണ്ടാക്കി എല്ലാം നശിപ്പിച്ചില്ലേ? സമാധാനമായ നിങ്ങൾക്ക്? അവൻ അലറി. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ്റെ ഓരോ വാക്കും അലർച്ചയായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അവൻ്റെ ഇഷ്ടം ഒരിക്കലും നടക്കില്ലെന്ന ബോധ്യം അവനിപ്പോൾ ഉണ്ട്. ആ ഫ്രസ്ട്രേഷൻ പൊട്ടിത്തച്ച് തീർക്കുകയാണ് അവൻ. സ്വന്തമാക്കുന്നത് ഇനി പ്രയാസമാണ്, മറന്ന് ജീവിക്കുന്നതോ അതിലേറെ പ്രയാസവും. നീ ഇനി എത്രയൊക്കെ അലറിയാലും ഞാൻ സമ്മതിക്കില്ല ധ്രുവ. കണ്ടവള് തിന്നനിറങ്ങി ഉണ്ടായവളെയൊന്നും എൻ്റെ കുടുംബത്തിൽ കേട്ടില്ല ഞാൻ. അവര് വീറോടെ പറഞ്ഞു. അതുപോലെ തിന്നനിറങ്ങി ഉണ്ടായതല്ലേ നിങ്ങൾക്ക് ഞാനും? ആ പെന്നെയും നിങ്ങൾ പിഴച്ചു പറ്റതല്ലേ? എന്നിട്ടിപ്പോൾ ശീലാവധി ചമയുന്നു. അവൾ നിങ്ങളെയൊക്കെ പോലെ കണ്ണിൽ കണ്ടവരുടെ കൂടെ കിടക്ക പങ്കിടാനൊന്നും പോയിട്ടില്ല. ഉള്ളിൽ അടക്കി പിടിച്ച് നടന്നതൊക്കെ ആ ദേഷ്യത്തിൽ പുറത്തേക്ക് വന്നു. വിഷനും മധുവും മുഖത്തെ അടിയേറ്റതുപോലെ നിന്നുപോയി. വരലക്ഷ്മി ചുറ്റും നോക്കുമ്പോൾ അയൽക്കാരൊക്കെ തലയെത്തിച്ച് നോക്കുന്നുണ്ട്. മധുവിൻ്റെ ശിരസ് അപമാനഭാരത്താൽ കുനിഞ്ഞു. തിരിച്ചൊന്നും പറയാൻ കഴിയാതെ അവർക്ക് ഉത്തരം മുട്ടി. ധ്രുവ, നിർത്ത്, ആൾക്കാരൊക്കെ നോക്കുന്നു. വരലക്ഷ്മി ശബ്ദം താഴ്ത്തി അവനോട് പറഞ്ഞു. നിങ്ങൾ മിണ്ടരുത്. മേലിൽ നിങ്ങൾ എന്നോട് മിണ്ടിപ്പോകരുത്. വിഷമാണ് നിങ്ങൾ, കൊടും വിഷം. നിങ്ങളുടെ ആവശ്യം നടക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ബലിയടാക്കിയില്ലേ? ധ്രുവൻ വരലക്ഷ്മിയെ തുറിച്ചു നോക്കി. വരലക്ഷ്മി ഞെട്ടിപ്പോയി. ആദ്യമായാണ് അവൻ അവരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഇത്രയും മര്യാദയില്ലാതെ. മോനെ, വരലക്ഷ്മി വിളിച്ചു. വേണ്ട, നിങ്ങൾ ഒറ്റ ഒരുത്തിയാ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം. നിങ്ങളൊരാൾ വഴിമാറി നിന്നിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെയൊക്കെ ജീവിതം നന്നായിരുന്നേനെ. അമ്മാവനും മീരയും അവളുടെ അമ്മയും ഞങ്ങളും എത്ര സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു. എന്തിനാ അവരുടെ ജീവിതത്തിൽ കരടായി വന്നത്?
എല്ലാവരുടെയും ജീവിതം തകർത്തെറിഞ്ഞത് എന്തിനാന്ന്? അവൻ അവർക്ക് നേരെ ചീറി. വരലക്ഷ്മി നെഞ്ചിലൊരു കത്തി കുത്തി ഇറക്കുന്ന വേദന അനുഭവപ്പെട്ടു. അവൻ ആദ്യമായാണ് ഇങ്ങനെയൊക്കെ. ഇന്നേ വരെ തന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ധ്രുവ, നിർത്ത്! വിശ്വന്റെ ശബ്ദമുയർന്നു. അകത്തുനിന്ന് വിശ്വന്റെ അച്ഛനും അമ്മയും ഇറങ്ങി വന്നിരുന്നു. പ്രശ്നം എന്താണെന്ന് അവർ വരലക്ഷ്മിയോട് തിരക്കുന്നുണ്ടെങ്കിലും മറുപടിയൊന്നും പറയാതെ അവർ നിന്ന് തേങ്ങി. എന്ത് നിർത്താൻ? നിങ്ങൾക്കാർക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ആഗ്രഹിച്ചതൊക്കെ ഞങ്ങൾക്ക് കുറച്ച് പേർക്കല്ലേ നഷ്ടപ്പെട്ടത്. വെട്ടിപ്പിടിച്ചും കുതികാലി വെട്ടിയും സ്വന്തമാക്കുന്നവർക്ക് നഷ്ടപ്പെടുന്നതിന്റെ വേദന മനസ്സിലാവില്ല. നിങ്ങളുടെയൊക്കെ കാര്യം നടക്കുന്നുണ്ടല്ലോ. പറഞ്ഞിട്ടും മനുഷ്യൻ തീർന്നില്ല അവന്. ഏട്ടാ, ഒന്ന് സമാധാനിക്ക്. ദിയ വന്നവന്റെ കയ്യിൽ പിടിച്ചു. എന്ത് സമാധാനിക്കാൻ? നീയാണെങ്കിൽ സമാധാനിക്കൂ. ഒത്തിരി ഇഷ്ടപ്പെട്ട് പോയതാ ഞാൻ അവളെ. ഇത്തിരി വൈകിയായാലും കിട്ടുമെന്ന് കരുതിയതാ. എല്ലാം നാശിപ്പിച്ചില്ലേ? ഒരു കാര്യമില്ലാതെ അവരുടെ ഭാഷ ജയിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാക്കി എല്ലാം നാശിപ്പിച്ചില്ലേ? ഛേ! അവൻ ദേഷ്യത്തോടെ കാറിൽ ആഞ്ഞടിച്ചു. ധ്രുവ, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ കയറി പോകത്ത്. വിഷൻ ദേഷ്യപ്പെട്ടു. മോനെ ധ്രുവ, വാ മോനെ. വിഷന്റെ അമ്മ സങ്കടത്തോടെ മുന്നോട്ട് വന്നു. അവനൊന്നും മിണ്ടാതെ വെട്ടിത്തിരിഞ്ഞ് നടന്നു. ഗേറ്റ് വിടുന്ന അവൻ പുറത്തേക്ക് പോകുന്നത് കണ്ട് വിഷന്റെ അമ്മ അവന് പിന്നാലെ ഓടിയെങ്കിലും അവൻ നിൽക്കാതെ ധൃതിയിൽ നടന്നു നീങ്ങിയിരുന്നു. മധു നിന്നിടത്തും ഒരടി അനങ്ങിയില്ല. അവരുടെ മനസ്സിൽ ധ്രുവന്റെ വാക്കുകൾ തിരമാല പോലെ അലയടിച്ചു കൊണ്ടിരുന്നു. ആദ്യമായാണ് ധ്രുവൻ തൻ്റെ നേർക്ക് ഇത്തരം ചോദ്യങ്ങളുമായി വരുന്നത്. തൻ്റെ ആത്മാഭിമാനം തന്നെ ചോദ്യചിഹ്നമായി പോയി അവൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ. മധുവിന് കടുത്ത മനോവിഷമം തോന്നി. മകനാൽ തന്നെ അപമാനിക്കപ്പെട്ടത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മറ്റുള്ളവർക്കും ഇതേ വേദനയാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. മീരയെ പിഴച്ച സന്തതി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അവർ ഓർത്തില്ല അവരുടെ മകനും അങ്ങനെ ഉണ്ടായവനാണെന്ന്. ഇനിയിപ്പോൾ അവൻ്റെ വായിൽ നിന്ന് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അവർ തകർന്നു പോയി. ഒരക്ഷരം പോലും മറുത്ത് പറയാൻ കഴിയാതെ ഉത്തരം മുട്ടിപ്പോയി അവർക്ക്. നീ വരുന്നില്ലേ? വിഷന്റെ ചോദ്യം കേട്ടപ്പോഴാണ് മധു ചിന്തകളിൽ നിന്ന് മുക്തിയായത്. നോക്കുമ്പോൾ വരലക്ഷ്മിയും അച്ഛനും അമ്മയും ദിയയും ഒക്കെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. വിഷേട്ടാ, നമ്മുടെ മോൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? മധുവിൻ്റെ വാക്കുകൾ ഇടറി. എന്താ അവൻ പറഞ്ഞതൊക്കെ സത്യല്ലേ? പൊള്ളുന്നുണ്ടോ നിനക്ക്? വിഷൻ പല്ല് ഞെരിച്ചു. മധു തേങ്ങിപ്പോയി. ആ മീരയും അവളുടെ അമ്മയും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുമ്പോൾ നീ ആരാണെന്ന് കൂടി ഓർക്കണമായിരുന്നു. ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി ആ വീട്ടിൽ നിന്ന് പുറത്തായപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? മഹി ഒരാളെ കണ്ടുകൊണ്ട് മാത്രം ആ വിജയുടെ വീട്ടുകാർ ഈ വിവാഹത്തിന് ഇത്രയും ഉത്സാഹം കാണിച്ചത്. മാഹിനി കൊന്നാലും നമ്മളുടെ മോളുടെ ഒരു കാര്യത്തിനും ചേരില്ല. ഞാൻ അന്നേ പറഞ്ഞതാ നിന്നോട്. മാഹിയെ വെറുപ്പിച്ച് അവർ ഈ ആലോചനയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ സംശയം. എന്തായാലും നിനക്കിപ്പോൾ സമാധാനമായല്ലോ. വിഷയന്റെ ടെൻഷൻ മുഴുവൻ ദിയയെ പറ്റി ഓർത്തിട്ടാണ്. മധുവിന് അത് കേട്ടിട്ടും ഒരു കുലുക്കവും. അവരുടെ മനസ്സ് മുഴുവൻ ധ്രുവന്റെ വാക്കുകളിലായിരുന്നു. നീ കാരണം ഇപ്പം അവൾക്ക് രണ്ടാമത്തെ ആലോചനയാണ് മുടങ്ങുന്നത്. സമാധാനമായോ ഇപ്പം നിനക്ക്? അയാൾ മധുവിനോട് ചൂടായി. പിന്നെ മഹാദേവൻ ഈ രാജ്യം ഭരിക്കുന്ന രാജാവൊന്നുമല്ലല്ലോ. അയാൾക്ക് മുന്നിൽ ഓച്ചാൻസ് നിൽക്കുന്നവരെ എൻ്റെ മോൾക്ക് വേണ്ട. അല്ലാത്തവരെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മധുവിനും ദേഷ്യം വന്നു. കണ്ടോ, ഇപ്പോഴും നിനക്ക് നിന്റെ വാശിയാ വലുത്. ഏതെങ്കിലും തരത്തിൽ ഇതൊന്ന് നടത്തിയെടുക്കാൻ നോക്ക്. വരുന്ന ആലോചനയ്ക്ക് ഇങ്ങനെ മുടക്കിക്കൊണ്ടിരുന്നാ പിന്നെ അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടില്ല. വിഷൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന വാശി മധുവിനും. നീ അകത്തേക്ക് കയറി, അതോ കേറില്ലെന്നുള്ള വാശിയാണോ? വിഷൻ മധുവിൻ്റെ നിൽപ്പ് കണ്ട് ചോദിച്ചു. മധു ആ വീട്ടിലേക്കൊന്ന് നോക്കി. വിവാഹം കഴിഞ്ഞ അധികകാലമൊന്നും വിഷനുമായി മധു ആ വീട്ടിൽ ജീവിച്ചിട്ടില്ല. അപ്പോഴേക്കും വിഷൻ അവിടെ നിന്ന് നിർബന്ധിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോഴും ആ വീട്ടിൽ വന്ന് നിൽക്കാറൊന്നുമില്ല. വിഷന്റെ അച്ഛനും അമ്മക്കൊപ്പം നിൽക്കുന്നത് മധുവിനെന്തോ വീർമൂട്ടൽ പോലെയാണ്. അവരായിട്ട് ദ്രോഹത്തിനൊന്നും വരാറില്ല. എന്നാൽ മധു അവിടെ നിൽക്കാറില്ല. ഇപ്പം ആ വീട് കാണുമ്പോൾ തന്നെ മധുവിനകത്തേക്ക് കയറാൻ തോന്നുന്നില്ല. അകത്തോട്ട് കയറാൻ വയ്യെങ്കിൽ പിന്നെ തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരും. അതും തനിച്ച്. എനിക്കും എൻ്റെ മക്കൾക്കും ഇനി ആരുടെയും വായിലിരിക്കുന്നത് കേൾക്കാൻ വയ്യ. ഇനിയുള്ള കാലം എൻ്റെ അച്ഛനും അമ്മക്കൊപ്പം ജീവിച്ചോളാം ഞങ്ങൾ. നിന്റെ കാര്യം നിനക്ക് തീരുമാനിക്കാം. വിഷൻ അങ്ങനെ പറയുന്നു മധുവും കരുതിയില്ല. മധു സങ്കടത്തോടെയും ദേഷ്യത്തോടെയും അവനെ നോക്കി. കയറുന്നെങ്കിൽ കയറി. അതും പറഞ്ഞ് വിഷൻ അകത്തേക്ക് കയറിയപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ പിന്നാലെ മധുവും കയറി. അതറിഞ്ഞ വിഷന്റെ ചുണ്ടിൽ ചെറിയൊരു ചിരി വിടുന്നു.